ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങ് കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ജഡം ഇല്ലേ, ജഡം മറ്റ് സാധാരണ ശരീരം പോലെ ജീർണിക്കുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. എന്നാൽ അതുകൊണ്ട് മാന്തി നോക്കാൻ പാടുള്ളോ, കവർ കൊണ്ട് തുറന്നു നോക്കാൻ പാടുള്ളോ? ഇല്ല. അതുപോലെ ഇത് കത്തിച്ചു നോക്കാൻ പാടില്ല. ഇതിനെ ഹീനമാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നവർ അടക്കം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാര മുബാറക്ക് കത്തൂലാന്ന് എപ്പിസ്തോദ് അടക്കം പറഞ്ഞു. എപ്പിസ്തോദ് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, തിരുവേഷം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാണല്ലോ. ഞാനത് സുൽത്താന്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് തന്നെയാണ് കത്തിച്ചു, അത് കത്തി. എന്നാ ഏപ്പിസ്തോദ് പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല. കാരണം കത്തൂലാണ് സുൽത്താൻ അയാൾക്ക് കൽത്ത. എന്നാ ഏപ്പിസ്തോദ് പറഞ്ഞ ആൾക്കുന്നത് ഞാൻ എഴുതിക്കണില്ല. കാരണം കത്തൂലാണ് സുൽത്താൻ അയാൾക്ക് കൽത്ത. പിന്നെ അത് വഫാത്തിന് ശേഷം സുൽത്താന്റെ വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. സുൽത്താനെ മജിദാത്തിൽ നിന്ന് സിയാമ് വരെ നിൽക്കണം, എഴുതിയിട്ട് ഗുരുവാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകാവില്ല. സുൽത്താന്റെ വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. സുൽത്താനെ മജിദാത്തിൽ നിന്ന് സിയാമ് വരെ നിൽക്കണം, എഴുതിയിട്ട് ഗുരുവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിലനിൽക്കണമെന്നില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്നോട് പറഞ്ഞത്, നമ്മൾ ഒരു ലഹള ചെലവാക്കുകയാണെങ്കിൽ ആ ചെലവാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറയില്ല, സത്യമാണ് പറയുന്നത് എന്ന് ഞങ്ങളുടെ ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളെയും കേൾപ്പിച്ചിട്ടുള്ളത്.